എല്ലാവർക്കും നമസ്കാരം. മിനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട്. വിവിധ തസ്തികകളിലേക്ക് ജോലി അവസരമുണ്ട്. വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിലാണ് ജോബ് വേക്കൻസികൾ ഉള്ളത്. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ഇൻക്യുബേഷനാണ്. ജോലി വരുന്നത് ഓൾ കേരളയായിരിക്കും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ജോലി വരാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16 സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമുകളിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ നിയമനങ്ങൾ വരുന്നത്. ഈ ജോലിയുടെ ഡ്യൂറേഷൻ വരുന്നത് ജോലിയുടെ കാലാവധി 1 ഇയറിലേക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ആണ്. MBA വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. ഇൻ മാനേജിങ് ഇൻക്യുബേഷൻ പ്രോഗ്രാംസ്, സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്സ് ഒക്കെയാണ് വേണ്ടത്. പ്രായപരിധി 35 വയസ്സിന് താഴെ ആയിരിക്കണം. സാലറി ലഭിക്കുന്നത് പെർ മന്ത് 40,000 രൂപയാണ്. വേക്കൻസി 1. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് കോർഡിനേറ്റർ ആണ്. വേക്കൻസി 1. ജോലി വരുന്നത് 1 ഇയറിലേക്കാണ്. ലൊക്കേഷൻ തിരുവനന്തപുരത്താണ് ജോലി വരുന്നത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BTech ആണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 30 വയസ്സിന് താഴെ ആയിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 30,000 രൂപയാണ്. അടുത്ത പോസ്റ്റ് സീനിയർ ഫെലോ ക്രിയേറ്റീവ് സെക്ടർ ആണ്. ജോലി വരുന്നത് 6 മാസത്തേക്കാണ്. ഫുൾ ടൈമും വരുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ടും വരുന്നുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. ഫീൽഡുകൾ വരുന്നത് ക്രിയേറ്റീവ് ആർട്സ്, ഡിസൈൻ, ബിസിനസ് ഒക്കെയാണ്. കൂടാതെ 8 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമാണ്. പ്രായപരിധി 55 വയസ്സിന് താഴെ ആയിരിക്കണം. സാലറി ലഭിക്കുന്നത് ഫുൾ ടൈം ആണെങ്കിൽ പെർ മന്ത് 60,000 മുതൽ 80,000 വരെയാണ്. ഇനി പാർട്ട് ടൈം ആണെങ്കിൽ 30,000 മുതൽ 40,000 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. വേക്കൻസി 1. ജോലി വരുന്നത് കൊച്ചിയിലായിരിക്കും. അടുത്ത പോസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ്. വേക്കൻസി 1. ജോബ് ലൊക്കേഷൻ കൊച്ചിയാണ്. ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അല്ലെങ്കിൽ IT, അല്ലെങ്കിൽ BCA, അല്ലെങ്കിൽ MCA ആണ്. കൂടാതെ 1 മുതൽ 3 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. പ്രായപരിധി 30 വയസ്സിന് താഴെ ആയിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 40,000 രൂപയാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് മാനേജർ ആണ്. ജോലി വരുന്നത് ഓൾ കേരളയാണ്. ഡ്യൂറേഷൻ 1 ഇയർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MBA ആണ്. MBA വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ മാനേജിങ് ഫിനാൻഷ്യൽ സ്കീംസ് ഒക്കെയാണ് വേണ്ടത്. പ്രായപരിധി 35 വയസ്സിന് താഴെ ആയിരിക്കണം. സാലറി ലഭിക്കുന്നത് പെർ മന്ത് 40,000 രൂപയാണ്. വേക്കൻസി 1. ജോലി വരുന്നത് ഓൾ കേരളയാണ്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്. എല്ലാ തസ്തികയിലേക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് startupmission.kerala.gov.in എന്നുള്ള സൈറ്റ് എടുക്കാം. അവിടെ നിങ്ങൾക്ക് കരിയർ പേജ് എടുക്കുമ്പോഴത്തേക്കും ഓരോ പോസ്റ്റും കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ വേണ്ടത് ആ പോസ്റ്റിന് താഴെയായിട്ട് അപ്ലൈ നൗ എന്ന ഓപ്ഷനുണ്ട്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലൊരു പേജായിരിക്കും ഓപ്പണായിട്ട് വരുന്നത്. അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് കീഴിൽ സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതിലേക്ക് ഫുൾ ടൈം ജോബ് വരുന്നുണ്ട്, പാർട്ട് ടൈം ജോബ് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ കൂടാതെ എക്സ്പീരിയൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 16. അപ്പോൾ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.